ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ വചനത്തിന് മുമ്പേ വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടെ നൽകിയല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച യെശയ്യാ 40-ാമത്തെ അധ്യായമാണ് ഇന്നും നമ്മൾ ആ അധ്യായം ശ്രദ്ധിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോട് നമുക്ക് ഈ അധ്യായം നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ ആഴ്ച വായിച്ച ആ വേദഭാഗം തന്നെ നമുക്ക് പിന്നെയും വായിക്കാം. 40-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 1 and 2 നമുക്ക് വായിക്കാം. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവീൻ. ഈ വേദഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചപ്പം ദൈവത്തിൻ്റെ ആത്മാവ് കുറെ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നത്. കഷ്ടതയിൽ കിടക്കുന്നവർ, കഷ്ടതയെ നമ്മൾ പറയുമ്പോൾ ദൈവം തന്നെയാണ് ഇവരെ ഈ സാഹചര്യത്തിൽ ആക്കിയത്. മുന്നോട്ട് നമ്മൾ വചനം ധ്യാനിക്കുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തെ എങ്ങനെ വീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ കണ്ടു, തെരഞ്ഞെടുത്തു, ഈ സത്യത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിക്കുന്നുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി വില കൊടുത്തോണ്ട് നമ്മുടെ പകരമായി ദൈവം തൻ്റെ മനുഷ്യൻ്റെ വേഷത്തിൽ വന്ന് നമുക്ക് വേണ്ടി വില കൊടുത്തു. നമ്മുടെ പാപങ്ങളെ ചുമന്നു. ദൈവത്തിൻ്റെ ഉഗ്രകോപം താൻ വഹിച്ചു. നമ്മൾ ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാ. സോ അങ്ങനെ ഉയർന്ന വിളി കിട്ടിയവർ നമ്മൾ ഓരോ സാഹചര്യങ്ങളെ എങ്ങനെയാ വീക്ഷിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ എല്ലാം സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചവരല്ലയോ? ക്രിസ്തുവിൻ്റെ തികവോളം വളരേണ്ടിയവരല്ലയോ? ഇന്ന് നമ്മൾ സാധാരണ വിശ്വാസികൾ ചിലരെ കാണുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധി വന്നു, പ്രയാസം, ബുദ്ധിമുട്ട് ഇതൊക്കെ വരുമ്പോൾ തളർന്നു പോകുന്നു, ഭാരപ്പെടുന്നു. ഇന്ന് ഒത്തിരി ഭാരപ്പെടുന്ന വിശ്വാസികളെ നമുക്ക് കാണാം. നിരാശപ്പെട്ട് പുറപുറത്തുകൊണ്ട് നടക്കുന്നത്. ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകൾ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഈ വചനം മുന്നോട്ട് ശ്രദ്ധിക്കുന്നതിന് മുമ്പേ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ? എൻ്റെ നടപ്പും എൻ്റെ ചിന്ത കണ്ട് ദൈവം പ്രസാദിക്കുന്നുണ്ടോ? രോഗക്കിടക്കയായിരിക്കാം, വേറെ പ്രയാസങ്ങളായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ജനത്തെ നമ്മൾ നോക്കിയാൽ യഹൂദ ജനം അടിമത്വത്തിലാ. അവർ ഈ അടിമത്വത്തിൽ കിടക്കുമ്പോൾ ദൈവം അവരെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ കാരണം അവർ ചിന്തിക്കുന്നേ ഇനിയും രക്ഷപ്പെടാൻ ഇനിയും വഴിയൊന്നുമില്ല. ശദ്രക്, മേശക്, അബേദ്നെഗോ 3 പേർ മാത്രമേ ഉള്ളൂ ആ ബിംബത്തിന്റെ മുമ്പേ കുമ്പിടാഞ്ഞത്. ബാക്കി സകലവും കുമ്പിട്ടല്ലോ. അവരിനിയും അവരുടെ ജീവിതത്തിൽ പ്രത്യാശ വല്ലതും ഉണ്ടോ? നിരാശരായി. ആലയത്തെ നോക്കുമ്പോൾ ആലയമില്ല, ചാരമായി തീർന്നു. ദാനിയേൽ ഒരു ദിവസം 3 നേരമില്ലയോ ജനൽ തുറന്ന് യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിക്കുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ എന്തോ ഉണ്ട്. ഒരു സമയം ദൈവത്തിൻ്റെ തേജസ് വസിച്ച ആ ആലയം ചാരമായി. സോ അങ്ങനെ നിരാശരായി ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അവരെ ആ ദൈവം ആശ്വസിപ്പിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ മുമ്പേ ആലയം ചാരമായി കിടക്കുകയാന്നു. അടിമത്വത്തിന്, പാപത്തിന്റെ അടിമത്വത്തിന് വീണ്ടെടുക്കപ്പെട്ടവരല്ലയോ? ദൈവത്തിന്റെ ആലയമില്ലയോ? നമ്മളെ ദൈവം ഏത് രീതിയിൽ ആശ്വസിപ്പിക്കേണ്ടത്? ഇവിടെ അതിന്റെ 3 തൊട്ട് നമുക്ക് വായിക്കാം. 3, 4, 5 ഐസയ 40 വേഴ്സ് 3, 4, 5. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്,
മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കേണ്ടിയ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, മരുഭൂമിയിൽ നിന്ന് ഒരു ശബ്ദം, the voice of him that crieth in the wilderness. മലയാളത്തില് 3-ാമത്തെ വാക്യം, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഉടനെ തന്നെ യോഹന്നാൻ സ്നാപകൻ അങ്ങോട്ടില്ലയോ പോകുന്നത്. പക്ഷെ യോഹന്നാൻ സ്നാപകൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനം തന്നെ ഇല്ലയോ പിന്നെയും പറയുന്നത്. യെശയ്യാവ്, നമ്മൾ യെശയ്യാവിന്റെ ജീവിതം നോക്കിയാൽ യഹൂദ ജനവും ഇസ്രായേൽ ജനത്തോട് വിശ്വസ്തനായി ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു. ഒടുവിൽ യെശയ്യാവിന് കിട്ടിയ കിരീടം എന്താ? വിശ്വസ്തനായി ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി വിശ്വസ്തനായി നിന്നവന് അവന്റെ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി കിട്ടിയത് എന്താ? അർത്ഥതില്ലയോ? യെശയ്യാവ് മരിച്ചത് എങ്ങനെ? വാളുകൊണ്ട് അറുത്തു ദൈവത്തിന്റെ ദാസനെ. പക്ഷെ നമ്മൾ ആ വിഷയത്തിലോട്ട് പോകുന്നില്ല. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തോട് അറിയിക്കുന്നത് എന്താ? പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്. മലയാളത്തിൽ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ. അത് കഴിഞ്ഞിട്ട്, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുക. ഒരു പെരുവഴി നിരപ്പാക്കുവാനാ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. നമ്മുടെ കർത്താവിന് മരുഭൂമിയിൽ ഒരു വഴി ഒരുക്കുവാനാ പറയുന്നത്. അതാ സന്ദേശം. ആരാ ഒരുക്കേണ്ടത്? ദൈവമാണോ ഒരുക്കുന്നത്, അതോ നമ്മളാണോ മരുഭൂമിയിൽ വഴി ഒരുക്കേണ്ടത്? ജനത്തോട് ദൈവം പറയുക, കർത്താവിന് വേണ്ടി ഒരു വഴി ഒരുക്കുവാൻ. എവിടെ? മരുഭൂമിയിൽ, വരണ്ട് കിടക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ കർത്താവ് വരുവാൻ വഴി ഒരുക്കുവാനാ പറയുന്നത്. ഒരു പെരുവഴി ഒരുക്കുവാനാ പറയുന്നത്. സാധാരണ വഴിയല്ല. എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവിന് വരുവാൻ ഞാൻ ആ വഴി ഒരുക്കേണ്ടത്. ഒന്ന് നിന്ന് ആ വചനത്തെ ഒന്ന് ധ്യാനിച്ചേ. ഞാൻ എങ്ങനെ വഴി ഒരുക്കുന്നേ മനസ്സിലാക്കി തരുവാൻ വേണ്ടി നമ്മൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഹൈവേ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. 4 ലൈൻ, 6 ലൈൻ, 8 ലൈൻസ്. ഈ ഹൈവേ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര വലിയ പ്രൊജക്ട്സ് ആയത്. നേരെ ഹൈവേസ് കിടക്കില്ലയോ? അതുണ്ടാക്കാൻ എത്ര ബദ്ധപ്പാടുണ്ട്. ചില പട്ടണങ്ങളുടെ വെളിയിൽ നിന്നല്ലയോ ഈ ഹൈവേ പോന്നേ. കാണാൻ എത്ര രസമുണ്ട്, അതിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര രസമുണ്ട്. പക്ഷെ അതുണ്ടാക്കാൻ വന്ന ബദ്ധപ്പാട്. ഈ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്തോ എഴുതിയേക്കുന്നത്? 4-ാമത്തെ വാക്യം, എല്ലാ താഴ്വരയും നികന്നും എല്ലാ താഴ്വര നികന്നും എല്ലാ മലയും കുന്നും എല്ലാ മലയും കുന്നും താണും വരേണം. താണ് വരേണം. താഴ്വര നിരപ്പാക്കണം, മലയും കുന്നും താണു വരണം. അത് മാത്രമല്ല, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. The crooked shall be made straight and the rough places plain. ഇത് എവിടത്തെ കാര്യമാ? എൻ്റെ ഹൃദയത്തിന്റെ കാര്യമാ. നമ്മുടെ ഹൃദയം ഒന്ന് ശ്രദ്ധിച്ചാൽ, രാജാതി രാജാവിന് വരുവാൻ ഞാൻ ഒരുക്കം വല്ലതും ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം, എൻ്റെ കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വല്ല ഒരുക്കം ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരുക്കം പറയുമ്പോൾ എന്താ? കുറെ താഴ്വരകളുണ്ട്, മലയും കുന്നുമുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ക്രുക്കഡ്
മലയാളത്തിൽ വളഞ്ഞ വളഞ്ഞ കുറെ വഴികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സമമായും തീരണം. ദുർഘടം എന്താ ചെയ്യണം? ദ റഫ് പ്ലേസസ് പ്ലെയിൻ. ഇത് നമ്മുടെ ഹൃദയത്തിൽ ചെയ്യേണ്ടതാ. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ ആ സമാധാനം നമ്മൾ അനുഭവിക്കത്തുള്ളൂ. ഇന്നൊരു ദൈവ പൈതലുടെ ജീവിതത്തിൽ പ്രയാസം പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്താ ഇത്രയും വെപ്രാളപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത്, നിരാശപ്പെട്ടിരിക്കുന്നത്? ഞങ്ങളും കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പ് എത്ര ആൾക്കാരെ ദൈവം കൊണ്ടുവരും. രോഗികളുണ്ട്, പ്രയാസത്തിൽ കിടക്കുന്നുണ്ട്, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കടന്നു പോകുന്നുണ്ട്, ചിലരെ ജയിലിൽ പോയി കാണേണ്ട സ്ഥിതിയുണ്ട്, ജാമ്യം പോലും കിട്ടുന്നില്ല. എത്ര പേർ അടിയിടി അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ട്. ഇവരെ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കും? ദൈവത്തിന്റെ ആത്മാവിൽ ആശ്വസിപ്പിക്കേണ്ടത്. നമ്മൾ അവരെ എങ്ങനെ ബലപ്പെടുത്തും? കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസനും ദാസി ജയിലിൽ ഞങ്ങൾ അവരെ പോയി കാണുമ്പോൾ ജാമ്യം കിട്ടുന്നില്ല. കർത്താവിന്റെ ദാസനും ദാസി അപ്പുറത്ത്, അവർ ഒന്നിച്ചു വരുവല്ല, ഓരോരുത്തരായിട്ടാണ് വരുന്നത്. ഫോണിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നേരെ കാണാം, പക്ഷെ ഫോണിലാ. എങ്ങനെ ബലപ്പെടുത്തും? അഥവാ അകത്ത് കിടന്ന് നിരാശപ്പെട്ടാൽ എന്തോ ചെയ്യാൻ കഴിയും? കർത്താവിന്റെ കൃപ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കർത്താവിന്റെ ദാസനെ ദാസിയെ കണ്ടപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു ആശ്വാസം. കർത്താവ് അവർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്, ദൈവം അവരെ ബലപ്പെടുത്തുന്നുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്കാ ആശ്വാസം കിട്ടുന്നത്. പക്ഷെ ഇന്ന് എത്ര പേരെ കാണുമ്പോൾ തകർന്നു കിടക്കുക. എന്താ? കുറെ താഴ്വരകളുണ്ട്, മലകളും കുന്നുകളും ഇതിൻ്റെ അകത്തുണ്ട്. ഒരിക്കലും രാജാതി രാജാവിനെ സ്വീകരിക്കാനുള്ള ആ മനസ്സില്ല. വിശ്വസിക്കുന്നുണ്ട്. മരുഭൂമിയിലാ പെരുവഴി ഒരുക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ ആശ്വാസം അനുഭവിക്കത്തുള്ളൂ. കർത്താവിന്റെ വാക്കുകളെ സ്വീകരിക്കുവാനുള്ള മനസ്സുണ്ടോ? അതോ നമ്മൾ തന്നെ ഉണ്ടാക്കി ഈ മലകളുണ്ടോ? ഭാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ. വായിച്ച അതിന്റെ 5-ാമത്തെ വാക്യം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. യഹോവയുടെ വായല്ലയോ അരുളി ചെയ്തേക്കുന്നത്. കർത്താവിന്റെ വരവ്, 2-ാമത്തെ വരവ് നമ്മൾ ലോകം മുഴുവൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാന്നോ അതോ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതില്ലയോ? അനുഭവിക്കണമെങ്കിൽ ഈ താഴ്വരകളെല്ലാം ഉയർന്നു വരണം, മലകളെല്ലാം ഇടിച്ച് നിരപ്പാക്കണം. നമ്മുടെ തന്നെ ചിന്തകൾ ഇടിച്ച്, നമ്മുടെ തന്നെ ആഗ്രഹങ്ങൾ ഇടിച്ച് ഒന്ന് നിരപ്പാക്കിയാൽ വളഞ്ഞു കിടക്കുന്ന വഴികളെല്ലാം ഒന്നേരെയാക്കാം. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ ആ ആശ്വാസം നമ്മൾ അനുഭവിക്കത്തുള്ളൂ. അടുത്തത് 6 തൊട്ട് 8-ാമത്തെ വാക്യം വരെ വായിക്കാം. Verse 6 to 8. കേട്ടോ, വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകിയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതേ, ജനം പുല്ലു തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതിന്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 3-ാമത്തെ വാക്യം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്. ഈ 6 തൊട്ട് 8 വരെ വാക്യത്തിൽ പോകുന്നതിന് മുമ്പേ മരുഭൂമിയിൽ ഒരുത്തൻ വിളിച്ചു പറയുക. യെശയ്യാവും യോഹന്നാൻ സ്നാപകൻ 2 പേരെ നമുക്ക് നോക്കാം. അവർ വിളിച്ചറിയിക്കുക.
The voice of him that crieth in the wilderness. വിളിച്ചു പറയുമ്പോൾ പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഒത്തിരി പ്രാസംഗന്മാരെ കേൾക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ പ്രസംഗ രീതി, അവിടെ നേരെ നിൽക്കാൻ കഴിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഇന്നത്തെ പുതിയൊരു രീതി, പ്രാസംഗിനെ സ്റ്റേജെ കാണാനില്ല, അങ്ങ് ഇറങ്ങി താഴെ വന്നു, ജനത്തിന്റെ ഇടയ്ക്ക് നടക്കുക, കയ്യിൽ മൈക്കുമുണ്ട്. ആ മൈക്ക് എടുത്തോണ്ട് ജനത്തിന്റെ ഇടയ്ക്ക് വന്നേക്കുക. ഭയങ്കര സ്പിരിറ്റാ. നമ്മൾ പറയുന്ന ഇത് അഭിഷേകമാ, പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇത് അഭിഷേകമാണോ? ഇതെന്താ? അവിടെ നിന്ന് ദൈവത്തിന്റെ വചനം അധികാരത്തോടെ പ്രസംഗിക്കാമല്ലോ, പറയാമല്ലോ, വിളിച്ചറിയിക്കാമല്ലോ. മൈക്ക് വെച്ച് ഇത്ര ബഹളം ഉണ്ടാക്കണോ? ഞാനത് പറയുന്നതിന്റെ കാരണം, യോഹന്നാനും യെശയ്യാവിനെ നോക്കിയാൽ അവർ വിളിച്ചറിയിക്കുക. അവർ വിളിച്ചറിയിക്കുമ്പോൾ അവർ ഏതാണ്ട് കാണുന്നുണ്ട്. അവരെന്തുവാ കാണുന്നത്? ഒരുവൻ വരുന്നത് അവർ കണ്ടോണ്ടാ വിളിച്ചറിയിക്കുന്നത്. യോഹന്നാനും യോർദാന്റെ ആ കരയിൽ നിന്നുകൊണ്ട് വസ്ത്രം കണ്ടോ? വിളിച്ചറിയിക്കുക ജനത്തോട്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ദൈവത്തിന്റെ സന്ദേശം അവർ പ്രസംഗിക്കുകയല്ല, വിളിച്ചറിയിക്കുക. ഇവിടെ നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ പിന്നെയും കാണുന്നത്, അതിന്റെ തുടക്കം വായിച്ചേ. കേട്ടോ കേട്ടോ, വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. വിളിച്ചു പറയുക, ക്രൈ. വിളിച്ചു പറയുമ്പോൾ എത്ര ശക്തിയോടാ ജനത്തെ അറിയിക്കേണ്ടത്. വായിച്ചേ, എന്തുവാ പറയേണ്ടിയേ? 6-ാമത്തെ വാക്യം. എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും. അതിന്റെ 6, 7, 8 നമ്മൾ നോക്കിയാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്താ? ജനത്തെ അറിയിക്കുക. എന്താ? സകല ജഡവും പുല്ല് പോലും മാത്രം. ഒന്നിന്നേ, സകല ജഡം നമ്മൾ പുല്ലേ ഉള്ളോ? നമ്മൾ ഒരു പുല്ല് മാത്രമേ ഉള്ളോ? എത്ര കഴിവുണ്ട്, എത്ര കാര്യങ്ങൾ ചെയ്തെടുത്തു. നമ്മളെ ഇങ്ങനെ പരിഹസിക്കാമോ? ഞങ്ങളിൽ ധനവാന്മാരുണ്ട്, എലോൺ മസ്ക്, അംബാനി, ബാക്കി ഓരോരുത്തർ ഇങ്ങനെ നിൽക്കില്ലയോ? കഴിവുണ്ട്, ധനമുണ്ട്. അവരെ ഒന്ന് മാറ്റി നിർത്തിക്കേ. ഭരണം നടത്തുന്നവരുണ്ടല്ലോ, അവരുടെ ഓരോരുത്തരുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ എത്ര അധികാരമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ വന്നാൽ വരുന്ന ആ വരവ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്ന ആ വരവ്, സെക്യൂരിറ്റിയും എന്തൊക്കെ ഉണ്ട്. അവരെ ഒന്ന് മാറ്റി വെച്ചേ, നമ്മളെ ഒന്ന് നോക്കിക്കേ. നമുക്കും ഉണ്ടല്ലോ കുറെ കാര്യങ്ങൾ. ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, വീടുണ്ടല്ലോ, നല്ല ജോലിയുണ്ടല്ലോ, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്. ഞാൻ ഏതാണ്ടാ, എന്നെ പരിഹസിക്കല്ലേ, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. സർവശക്തൻ പറയുന്നത്, നമുക്ക് എന്തുണ്ടെങ്കിലും, നമ്മൾ ആരായിരുന്നാലും പുല്ല് മാത്രം, പുല്ല് മാത്രം. അതിന്റെ മുമ്പേ അതിന്റെ താഴെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. വയലിന്റെ പൂ പോലും മാത്രം. നിന്റെ ഭംഗി, നിന്റെ BMW-യും റോയൽസ് റോയ്സും മെഴ്സിഡീസും നിന്റെ ആരോഗ്യമെല്ലാം വയലിന്റെ പുല്ലുപോലും മാത്രമേ ഉള്ളൂ. നിനക്ക് സ്വന്തം പ്ലെയിൻ ഉണ്ടെങ്കിലും, ബാങ്കിൽ കോടിക്കണക്കിനുണ്ടെങ്കിലും, നീ വയലിന്റെ പുല്ല് മാത്രം. അതിന്റെ താഴെ 7, യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു. ശ്വാസം ഒന്ന് ഊതിയാ മതി, ശ്വാസം ഒന്ന് ഊതിയാ മതി, പുല്ല് ഉണങ്ങിപ്പോകുന്നു, പൂവോ വാടിപ്പോകുന്നു. അതിന്റെ താഴെ 8-ാമത്തെ വാക്യം.
അതെ, ജനം പുല്ല് തന്നെ. ആഹാ പുല്ലുണങ്ങുന്നു, ആഹാ പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. മനുഷ്യൻ വാടിപ്പോവും, മനുഷ്യന്റെ സൗന്ദര്യം വാടിപ്പോവും. പക്ഷേ നിലനിൽക്കുന്നത് ഒന്ന് മാത്രം, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ആശ്വാസം കണ്ടോ? കഷ്ടതയിൽ കിടക്കുന്ന ജനത്തോട് ദൈവം എങ്ങനെ അവരെ ആശ്വസിപ്പിക്കുന്നത്? എൻ്റെ വചനം നിലനിൽക്കും. നിങ്ങൾ ബാബിലോന്റെ അടിമത്വത്തിൽ കിടക്കുന്നു. നിന്റെ ജീവിതത്തിൽ ആ കഷ്ടതയും പ്രയാസത്തിൽ നിന്ന് നീ കടന്നു പോകുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എൻ്റെ വചനം നിലനിൽക്കും. നമ്മുടെ കയ്യിലുള്ള ഈ ദൈവവചനത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്ര വലിയ അത്ഭുതമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിനൊരു ചരിത്രമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ എഴുതിയതില്ലയോ ഇത് ദൈവവചനം? എഴുതിയപ്പം 1500 തൊട്ട് 1600 വർഷങ്ങൾ എടുത്തില്ലയോ? 40 എഴുത്തുകാരുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവില്ലയോ അവരെ കൊണ്ട് എഴുതിപ്പിച്ചത്? ഒന്ന് ശ്രദ്ധിച്ചേ. അവർ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ ഉണ്ടായപ്പം അവർ എഴുതാൻ തുടങ്ങി. അവർ എഴുതുമ്പോൾ അവർ എവിടെ എഴുതിയത്? ഒരു തോലിന്റെ പുറത്ത്, അല്ലെങ്കിൽ പാപ്പിറസ്, അതിന്റെ പുറത്തില്ലേ? പാപ്പിറസ് പറയുമ്പോൾ ഒരു പുല്ല, അതിന്റെ അകത്തെ ആ തണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കുന്നതാ പാപ്പിറസ്. അതിലാ അവർ എഴുതിയത്. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ മനുഷ്യൻ ദൈവശബ്ദം എഴുതുമ്പോൾ എഴുതിയത് നശിച്ചു പോന്നെ, ദ്രവിച്ചു പോന്നെ വസ്തുവിടെ പുറത്താണ് എഴുതിയത്. തോലായിരുന്നു. മഷിയ മയഞ്ഞു പോവും, തോല് നശിച്ചു പോവും. പക്ഷെ എന്നാലും ദൈവവചനം നശിച്ചിട്ടില്ല. ഇതിനെ തകർക്കാൻ വേണ്ടി എത്ര രാജാക്കന്മാർ, അധികാരികൾ, ജ്ഞാനികൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആത്മാർത്ഥമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിനെ തകർക്കാൻ. ലോകത്തിന്റെ മുമ്പേ നിന്ന് ഇതിനെ മാറ്റുവാൻ എത്ര ശ്രമിച്ചു. ടിൻഡേൽ ഇതിനെ ഇംഗ്ലീഷിലാക്കിയപ്പം അദ്ദേഹത്തെ കൊന്ന് ചാരം തെയിംസിൽ എറിഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ പോയപ്പോ ആ തെയിംസിന്റെ അടുത്ത് പോയപ്പം, കർത്താവേ, ഇതിലാ നിന്റെ ഭക്തനെ അവർ കത്തിച്ച് അച്ചാരം എറിഞ്ഞത്. ഈ വചനം ജനത്തിന്റെ അടുത്ത് എത്താതിരിക്കാൻ മനുഷ്യൻ ബന്ധപ്പെട്ടത്. സാത്താൻ മനുഷ്യനെ വിയോഗിച്ചു. എത്ര രാജാക്കന്മാർ എഴുന്നേറ്റു. ഇന്നും എത്രയടുത്ത ബൈബിൾ കത്തിക്കുന്നത്, വചനം കീറുന്നത് ഇന്ത്യയിലും ഉണ്ടല്ലോ. വീടുകളിൽ വേദോസ്തം വായിക്കാൻ ഒക്കത്തില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു. ശത്രുക്കൾ ചിന്തിക്കുന്നേ, ഇതിനെ കത്തിച്ചാൽ ഇതിന്റെ കഥ അവസാനിക്കും. വോൾട്ടേർ, ഫ്രഞ്ച് നിരീശ്വരവാദി, പറഞ്ഞതാ 100 വർഷം കഴിയുമ്പോൾ ഈ വേദോസ്തം ഈ ഭൂമിയിൽ കാണത്തില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഭവനം ജനീവ ബൈബിൾ സൊസൈറ്റി മേടിച്ച് ആ വീടിലാ ബൈബിൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. വെയർ ഹൗസാ. യൂറോപ്പിലേക്ക് ബൈബിൾ വിതരാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭവനത്തെ വെയർ ഹൗസ് ആക്കി ജനീവ ബൈബിൾ സൊസൈറ്റി. അദ്ദേഹത്തിന്റെ പ്രിന്റിംഗ് പ്രസ്സിലായിരുന്നു ബൈബിൾ പ്രിന്റ് ചെയ്യുന്നത്. വോൾട്ടേറെ, നീ എവിടെ? ഇത് മനുഷ്യന്റെ വാക്കല്ല, സർവശക്തന്റെ ശബ്ദമാ. എന്റെ കയ്യിൽ ഈ വചനം വന്നു, ആകാശവും ഭൂമിയും മാറും, ദൈവവചനത്തിന് ഒരു മാറ്റവുമില്ല. എൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, മനുഷ്യൻ പുല്ല് മാത്രം, ദൈവത്തിന്റെ വചനം നിലനിൽക്കും. എൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും ദൈവവചനത്തിൽ ആ വിശ്വാസമുണ്ടോ? ആ ഉറപ്പുണ്ടോ? ഇന്നത്തെ അനുഗ്രഹത്തിന്റെ പ്രാസംഗ്യന്മാർ പ്രസംഗിക്കുന്നത് എന്ത്?
ദൈവം തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ? ഇതാ പിതാവും കള്ളൻ തമ്മിലുള്ള വ്യത്യാസം, വഞ്ചിക്കുന്നവനും സൃഷ്ടിതാവ് തമ്മിലുള്ള വ്യത്യാസം. പിതാവ് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ അകത്ത് ആശ്വാസം കിട്ടും. പക്ഷെ ആശ്വസിപ്പിക്കുന്ന രീതി ഒന്ന് നോക്കിയേ. അടുത്തത് അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു. 9. സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. ഉയർന്ന പർവ്വതത്തിലേക്ക് നീ കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. ഭയപ്പെടാതെ ഉയർത്തുക. ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക. ഇതാ നിങ്ങളുടെ ദൈവമെന്ന് പറയുക. കഷ്ടത്തിൽ അടിമത്വത്തിൽ കിടക്കുന്നവരോട് ഉയർന്ന ശബ്ദത്തിൽ ഭയപ്പെടാതെ അവരോട്, യഹൂദ നഗരങ്ങളോട്, ചാരമായി കിടക്കുന്ന യഹൂദ നഗരങ്ങളോട് ഉയർന്ന ശബ്ദത്തിൽ പറയേണ്ടത് എന്താ? ബിഹോൾഡ് യുവർ ഗോഡ്. ഇതാ നിങ്ങളുടെ ദൈവം. ഇതാ സന്ദേശം അറിയിക്കേണ്ടത്, വേറെ ഒന്നുമല്ല. ഇതാ നിങ്ങളുടെ ദൈവം. അടിമത്വത്തിൽ കിടക്കുന്നവർ, അല്ലെ കഷ്ടതയിൽ കിടക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ അവർ എന്തോ ആശ്വാസമാണ് അനുഭവിക്കേണ്ടത്. ദൈവമില്ലയോ ഞങ്ങളെ ഇവിടെ ആക്കിയത്, ഞങ്ങളെ കൈവിട്ടത്, ഞങ്ങളുടെ ആലയത്തെ തകർത്തത്? ഞങ്ങൾക്കിനി ഒരു ആശയമില്ലല്ലോ. നിരാശരായി ഞങ്ങൾ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ശബ്ദത്തെ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ദൈവവചനത്തിന്റെ ആശയം നമുക്ക് മനസ്സിലാകത്തില്ല. ചിലർ ഈ വചനം വായിച്ച് തന്നെ പിറുപിറുക്കുന്നുണ്ട്, അവർ ഇഷ്ടപ്പെടുന്നില്ല. ചിലരെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില വേദഭാഗങ്ങളുണ്ട്, അത് മാത്രമേ ഉള്ളൂ, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്യങ്ങളാണ്. ദൈവവചനം മുഴുവനും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് ഇഷ്ടമുള്ളത്. ദൈവം നമ്മളോട് പറയുന്നത് ഇതാ നിങ്ങളുടെ ദൈവം. ബിഹോൾഡ് യുവർ ഗോഡ്. എന്റെ ദൈവം എത്ര മഹാനാണ് ഞാൻ മനസ്സിലാക്കിയാൽ എന്റെ സാഹചര്യത്തിന് വ്യത്യാസം വരും. നിരാശനായി കിടക്കുന്ന ആ കിടക്കയ്ക്ക് ഒരു വ്യത്യാസം വരും. ഞാൻ എൻ്റെ ദൈവത്തെ, എൻ്റെ രക്ഷകനെ ഏത് രീതിയിലാണ് വീക്ഷിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ ശോധന ചെയ്യുന്നവനാണ് നമ്മളോട് സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ദൈവത്തെ എങ്ങനെയാ വീക്ഷിക്കുന്നത്? അതിന്റെ താഴെ 10-11 വായിക്കാം. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. സോ ഇവിടെ പറയുന്നത് നമ്മുടെ ദൈവം ഭുജബലത്തോടെ വരും. എന്റെ സാഹചര്യം ഏതായിക്കോട്ടെ, ഭുജബലത്തോടായിരിക്കും എൻ്റെ കർത്താവ് വരുന്നത്. എൻ്റെ ദൈവം ആരാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓരോരുത്തർക്ക് കൊടുക്കേണ്ടത് അവരുടെ കൂലി അവന്റെ പക്കലുണ്ട്. കൃത്യമായി കൂലി അവൻ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, 11-ാമത്തെ വാക്യം, തൻ്റെ ജനത്തെ, ഒരിടയൻ മറ്റവരുടെ മധ്യത്തിൽ അവന്റെ ഭുജബലം കാണിക്കുമ്പോൾ തൻ്റെ ജനത്തെ ഒരിടയന്റെ പോലെ അവൻ എന്തോ ചെയ്യുന്നത്? മേയിക്കുന്നത്. അവരെ അടിച്ചു നടത്തുകയല്ല. എൻ്റെ ജനമായത്. അടിമത്വത്തിൽ കിടക്കുന്ന എൻ്റെ ജനത്തെ ഒന്ന് ആശ്വസിപ്പിച്ച് ഒരിടയന്റെ പോലെ ഞാൻ അവരെ മേയിക്കുന്നത്. അടുത്തത് അതിലുള്ള he shall gather the lambs with his arm.
കുഞ്ഞാടുകളെ അവൻ എന്തോ ചെയ്യും? ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വയ്ക്കുകയും, മാർവിടത്തിൽ, തോളേലല്ല. കുഞ്ഞാടിനെ അവൻ തോളേലല്ല വെക്കുന്നേ, മാർവിടത്തിൽ. ക്യാരി ദം ഇൻ ഹിസ് ബൂസം. അവർക്ക് ആശ്വാസം കൊടുക്കും. മറ്റോരെ തള്ളകളെ പതുക്കെ നടത്തുകയും തള്ളകളെ പതുക്കെ നടത്തും. അതാ എൻ്റെ ഇടയൻ. ദാവീദ് ഒരു ഇടയനായിരുന്നു. അതുകൊണ്ടില്ലേ എഴുതിയത്, യഹോവ എൻ്റെ ഇടയനാകുന്നു. എന്നെ എൻ്റെ കർത്താവ് എങ്ങനെ നടത്തുന്നു. നമ്മുടെ സാഹചര്യം ഏതായിക്കോട്ടെ, ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ആശ്വാസം കിട്ടുന്നുണ്ടോ? ആശ്വാസം കിട്ടുന്നത് എങ്ങനെ? എൻ്റെ കർത്താവ് എത്ര വലിയവൻ, എൻ്റെ കർത്താവ് എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഒരു മാറ്റമില്ലാത്ത വചനമില്ലയോ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിനെ സ്വീകരിക്കാൻ കഴിയുമോ? എൻ്റെ ഹൃദയത്തിലുള്ള താഴ്വരകളെല്ലാം ഉയർത്തണം. മലയും കുന്നുകളെയെല്ലാം ഇടിച്ചു കളയണം. വളഞ്ഞു കിടക്കുന്ന വഴികളെ ഒന്ന് നേരെയാക്കിയാൽ ദൈവത്തിൻ്റെ ആശ്വാസം നമ്മൾ അനുഭവിക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്ന രീതി ഒന്ന് നോക്കിയേ. എനിക്ക് ആശ്വാസം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? മറ്റോരെൻ്റെ ദൈവത്തിൻ്റെ ഭുജബലം കാണും. പക്ഷെ എൻ്റെ കർത്താവ് തൻ്റെ ആടുകളെ ഒരിടയന്റെ പോലെ മേയിക്കുന്നത്. കുഞ്ഞാടുകളെ മാറോട് അവൻ വയ്ക്കും. ഹല്ലേലൂയ. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, എന്നെ വിളിച്ചവൻ നല്ലവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമ്മൾ തന്നെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ, യോഗം കഴിഞ്ഞിട്ട് തന്നെ ഒന്നിരുന്നേ, വേദപുസ്തകം തുറന്ന് കേട്ട വചനം ഒന്ന് പിന്നെയും ധ്യാനിക്കാമോ? ഞാൻ കേൾക്കുന്ന ദൈവവചനം തന്നെയാണോ, അതോ ഞാൻ വഞ്ചിക്കപ്പെടുവാണോ? ഒന്ന് ശോധന ചെയ്തേ. വചനം ധ്യാനിക്കുമ്പോൾ തന്നെ താനെ നമ്മുടെ കണ്ണീന്ന് ചൂട് കണ്ണുനീർ വീഴാൻ തുടങ്ങും. നമ്മൾ ഇരിക്കുന്ന സ്ഥലം മറന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങും. നമ്മളിൽ ആർക്കെങ്കിലും ആ അനുഭവം ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് തന്നെ ഇരുന്നേ, ദൈവവചനം ഒന്ന് ധ്യാനിക്കാൻ തുടങ്ങിക്കേ. ദൈവത്തോടൊന്ന് സംസാരിക്കാൻ ഒന്ന് വാ തുറന്നാ മതി. ദൈവത്തിന്റെ ആത്മാവ് ആ നാവ് കയ്യിലെടുക്കും. അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങും. അന്യഭാഷയിൽ സംസാരിക്കാൻ വേറെ ട്രിക്കുകളൊന്നുമില്ല. ആത്മാർത്ഥ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം ധ്യാനിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ആത്മാവിൽ തുള്ളാൻ തുടങ്ങും. ഹല്ലേലൂയ. മറിയയും എലിസബത്തും തമ്മിൽ കാണുക. അന്നേരം എലിസബത്തിന്റെ ഗർഭത്തിൽ ഇരുന്ന കുഞ്ഞ് യോഹന്നാൻ സ്നാപകൻ തുള്ളാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവശബ്ദം മുഖാന്തരം നമുക്ക് കിട്ടുന്ന ബലം വിവരിക്കാൻ കഴിയത്തില്ല. രോഗക്കിടക്കയിലായിരിക്കാം, ഡോക്ടർ ഒത്തിരി കാര്യങ്ങൾ പറയും. പക്ഷെ അകത്തെ മനുഷ്യൻ ദൈവ സാന്നിധ്യം ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യത്തിന് തന്നെത്താനെ വ്യത്യാസം വരും. ബാഹ്യ ശരീരം ക്ഷീണിച്ചിരിക്കുവാണെങ്കിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടും. വാക്കുകളില്ല വിവരിക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനം മുഖാന്തരം നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. വിശുദ്ധ വചനം ഞങ്ങളുടെ കയ്യിൽ നീ തന്നേനായി സ്തോത്രം കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങൾ നിന്നെ എത്ര സ്തുതിച്ചാലും കുറവാ, എത്ര സ്തുതിച്ചാലും കുറവാ കർത്താവേ. നിന്റെ മക്കളാകുവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നേനായി സ്തോത്രം. നിന്റെ വചനത്തിൽ ബലപ്പെടുവാൻ, മനുഷ്യന്റെ വാക്കുകളിൽ അല്ല കർത്താവേ, മനുഷ്യന്റെ വ്യാഖ്യാനങ്ങളിൽ അല്ല, നിന്റെ വചനം കേട്ട് ബലപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാ മാനമഹത്വവും നിനക്കായി അർപ്പിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയുടെ പ്രദേശത്തിൽ നിന്റെ ദാസിമാരുടെ കൂടെ ഇരുന്ന് വചനം ധ്യാനിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം തന്നു കർത്താവെ. നിന്റെ ദാസിമാർ മടങ്ങി അവരുടെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒത്തിരി പ്രതികൂലത്തിന്റെ ഇടയ്ക്കൂന്നാ അവർ കടന്നു പോകുന്നത്. അവരെ ബലപ്പെടുത്തണമേ കർത്താവേ, അവരെ ബലപ്പെടുത്തണമേ കർത്താവേ. ആത്മാക്കളെ നിന്റെ വചനപ്രകാരം നയിക്കുവാൻ നീ അവരെ സഹായിക്കണമേ. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ പഞ്ചാബിന്റെ വിവിധ പ്രദേശത്തിൽ യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവെ, പോകുന്നിടത്ത് എല്ലാം നിന്റെ നാമത്തിന്റെ മഹത്വം കാണുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ നയിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം അറിയിക്കാനുണ്ട്. ദൈവം സഹായിച്ച ജാനുവരി നമുക്ക് തൃശ്ശൂരിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്. ഈ പ്രാവശ്യം കേരളത്തെ തൃശ്ശൂരിൽ മാത്രമേ ക്ലാസ് ഉള്ളൂ. കാരണം സമയം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം സൗത്ത് ഇന്ത്യ വരുമ്പോൾ അത്രയും സമയമില്ല. സോ കേരളത്തിൽ ഈ പ്രാവശ്യം തൃശ്ശൂരിൽ മാത്രമേ 2 ദിവസത്തെ ക്ലാസ് കാണത്തുള്ളൂ. അതുകൂടെ അതിൻ്റെ കൂടെ തന്നെ കർത്താവിൻ്റെ ദാസന്മാരുടെ ക്ലാസ്സസും ഉണ്ട്. സോ ഈ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഡേറ്റ്സ് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നാം വരുന്ന ദിവസങ്ങളിൽ പഞ്ചാബിൽ വിവിധ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിക്കാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥ.